തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയിൽ നിന്നും അടിയേറ്റിരിക്കുകയാണ്. കമ്മീഷൻ വേണ്ട എന്ന് പറഞ്ഞ് വിലങ്ങ് വെച്ചതിനെ വേണമെന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി എത്തുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പുറത്തായവർക്ക് പട്ടികയിൽ ഉൾപ്പെടാൻ ഓൺലൈനായിട്ട് അപേക്ഷിക്കാമെന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത്. അതായത് ഇഴകീരി പരിശോധിച്ച് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെട്ടിമാറ്റിയ പേരുകളെ സുപ്രീം കോടതി കൈപിടിച്ച് അകത്തേക്ക് കയറ്റുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച നാണം കെട്ട വിഷയം തന്നെയാണ്. നേരിട്ട് അപേക്ഷിക്കണമെന്ന് നിർബന്ധമില്ല എന്നും ആധാർ കാർഡോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച 11 തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് അപേക്ഷ നൽകാമെന്നാണ് കോടതി വ്യക്തമാക്കിയത്. ആധാർ എടുക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞെടുത്താണ് സുപ്രീം കോടതി അതുകൊണ്ട് ചെല്ലാം എന്നും പറയുന്നത്. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ഭാങ്ചി എന്നിവരുടെ ബെഞ്ചാണ് ഉത്തരവിട്ടത്. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ അപേക്ഷ നൽകുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർ ആവശ്യമായ സഹായം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ബീഹാറിലെ 12 അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കാണ് നിർദ്ദേശം നൽകിയത്. ബീഹാറിൽ 1.6 ലക്ഷം ബൂത്ത് ലെവൽ ഏജന്റുമാർ ഉണ്ടായിട്ടും വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 2 പേർ മാത്രമേ എതിർപ്പുമായി എത്തിയിട്ടുള്ളൂ എന്നത് ആശ്ചര്യമാണ് എന്നും കോടതി നിരീക്ഷിച്ചു. എന്നാൽ ബൂത്ത് ലെവൽ ഏജന്റുമാർ നൽകുന്ന എതിർപ്പുകൾ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നില്ല എന്ന് ചില രാഷ്ട്രീയ കക്ഷികളും കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ നിന്നും 65 ലക്ഷത്തോളം പേരാണ് പുറത്താക്കപ്പെട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ ഇത് വൻ രാഷ്ട്രീയ വിവാദമായിരുന്നു. പുറത്താക്കപ്പെട്ട 65 ലക്ഷത്തോളം വോട്ടർമാരുടെ പേര് വിവരങ്ങൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു. അതേസമയം ബീഹാറിലെത്തിയ മോദി ഈ വോട്ടുകളെ പറ്റി ഒരക്ഷരം മിണ്ടാതിരിക്കുകയായിരുന്നു. എന്നാൽ അതേസമയം രാഹുലിന്റെ യാത്ര വളരെ വിജയകരമായി 7ാം ദിവസത്തിലേക്ക് കടന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇന്ന് കതിഹാറിലൂടെയായിരുന്നു രാഹുൽ ഗാന്ധി പര്യടനം നടത്തിയത്. ബീഹാറിലൂടെയുള്ള രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്രയ്ക്ക് വലിയ ജനപങ്കാളിത്തമാണ് ഗ്രാമങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ഓരോ പ്രധാന കേന്ദ്രങ്ങളിലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ പ്രക്രിയ അട്ടിമറിച്ചതിന് തെളിവാണ് ബീഹാർ എന്നാണ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെയും പ്രതികരണം. ബീഹാറിൽ തുടങ്ങിയ പോരാട്ടം രാജ്യവ്യാപക പോരാട്ടമാകുമെന്നും KC അടിവരയിട്ടിട്ടുണ്ട്. യാത്രയുടെ ഭാഗമാകാൻ ഇന്ത്യ സഖ്യം മുഖ്യമന്ത്രിമാരും ഒരുങ്ങുകയാണ്. ഈ മാസം 27 തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ യാത്രയിൽ പങ്കെടുക്കും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, സമാജ്വാദ് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു എന്നിവരാണ് പങ്കെടുക്കുന്ന മറ്റ് നേതാക്കൾ. അങ്ങനെ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കയറി വെട്ടുകയും ചെയ്തു. രാഹുലിന് ബീഹാറിൽ വൻ ജനപിന്തുണയേറുന്ന സാഹചര്യത്തിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ബീഹാറിൽ ഇന്ത്യ സഖ്യ സർക്കാർ തന്നെയെന്ന്.